സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ട്രാവൽ ബ്ലോഗാണ്. നമ്മളിവിടെ വന്നിട്ടുള്ളത് മുനിയാണ്ടിക്കുന്ന്, സോറി ഗൈസ്, നമ്മൾ മുനീശ്വരക്കുന്നിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്, മുനീശ്വരക്കുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് അങ്ങനെ കയറാനുണ്ടോ ഗൈസ്. വ്യൂ കാണിച്ചു തരാം ഗൈസ്. ഇവിടുത്തെ വ്യൂ കണ്ടോ? ഇതാണ് ഇവിടുത്തെ വ്യൂ. കുറെ നടക്കാണ്ട് കേട്ടോ. അങ്ങനെ നടക്കാൻ പറ്റുന്നുള്ളവര് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലാതെ അതിനെ കുറച്ച് നടക്കാനുള്ളൂ, ഒരു 2-3 കിലോമീറ്റർ. ട്രൈപോഡ് ഇളകുന്നുണ്ടോ? ഇളകുന്നാണ് വിറക്കുന്നത്. നമ്മള് ഒരാളുടെ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് നമ്മള് ഇങ്ങോട്ട് വന്നത്. നമ്മളോട് പറഞ്ഞില്ലടാ ഇവിടെ കേക്ക് മുറിക്കണം, ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആണ്, കേക്ക് മുറിക്കണം. അവന്റെ ബർത്ത്ഡേക്ക് ആരും കേക്ക് മുറിക്കുന്നില്ല. ബാത്റൂമിലേക്കാണോ? അതെ. ഓ, കൊറേ കുന്നുമലയും മാത്രമേ ഉള്ളൂ കേട്ടോ. കുന്നുമലയും മാത്രമേ ഉള്ളൂ. നമ്മളെവിടെയെന്ന് പറഞ്ഞ ബർത്ത്ഡേ. അപ്പൊ എന്നെ രാവിലെ വിളിച്ചു പറഞ്ഞു ബർത്ത്ഡേ ആണ്. ഇത്ര വർഷമായിട്ട് ആരും എന്നെ ഒന്നും മൈൻഡ് ആക്കുന്നില്ല. അപ്പൊ നമ്മൾ കേക്കൊക്കെ മേടിച്ചിട്ട് വന്നു. പക്ഷെ എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അത് ഇവിടെ വെച്ച് പോയി. ഫോണൊക്കെ തെറിച്ചോണ്ട് കേട്ടോ. എന്റെ അമ്മ കാറ്റാ വയസ്സ് കിട്ടില്ല. സൂമിയാണ് ആ പാന്റെ കട്ടി. ഇതിലേ പോയാൽ അപ്പുറം ഒരു മലയുണ്ട്, അല്ല വീപ്പുവിൻ്റെ അവിടെ കൂടെ പോയിട്ട് പോവാം. അവിടെ ഇത് കഴിഞ്ഞു. ഇവിടുത്തെ ഇത്ര ഉള്ളു കാണാൻ. നമുക്ക് അവിടെ പോകാനുള്ള ഈ സ്ഥലത്ത് ഇതാണ് മുനീശ്വര ടെമ്പിള്. ഓ, കേട്ടോ മുനീശ്വരൻ ടെമ്പിൾ. ഇതാണ് മുനീശ്വരൻ ടെമ്പിള്. കുറച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? പിന്നെ വയനാട്ടിലെ തന്നെ പ്രശസ്തമായിട്ടുള്ള ഒരു ഹിഡൻ സ്പോട്ടുകളിൽ ഒന്നാണ്. പണ്ട് വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുനി, അദ്ദേഹത്തെ ആരാധിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു അമ്പലമാണ് ഈ മുനീശ്വരൻ ടെമ്പിള്. അപ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം ഈ നാട്ടിലെ ഈ തിരക്ക് കാര്യങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ട് ഏറ്റവും സ്വസ്ഥമായിട്ടുള്ള ഒരു സ്ഥലമാണ് ആൾ പ്രിഫർ ചെയ്തത്. അതുകൊണ്ടാണ് ആളുകൾ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഈ ഒരു കുന്നിന്റെ മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തത്. താഴെ എങ്ങും സ്ഥലം കിട്ടിയില്ല. അതെ. എങ്ങോട്ടാ പോകുന്നേ? കുന്നൊക്കെ കയറാൻ പറ്റുന്നവർ പോയാൽ കേട്ടോ. നമ്മള് പിന്നെ വയനാട്ടുകാരാണ്ട് നമുക്ക് കുന്നും മലയെന്നൊരു വിഷയമില്ലല്ലോ അല്ലേ. ഇന്നെന്താ കഴിച്ച? പൊറോട്ട. ഉച്ചക്ക് കഴിച്ച പൊറോട്ടയും വരട്ടാ. അതിന് വേണ്ടിയാണല്ലോ നമ്മൾ ഇടുന്നല്ലേ, പിന്നല്ല അല്ലേ. പോയാ നമ്മളിവിടെ ഗൈസ്. എടാ, അതിന് ആ മഞ്ഞ സാധനം പോക്കലിട്ടാ മതിയായിരുന്നു. വേറൊരു കേക്ക് ഉണ്ടായിരുന്നു, ചെറിയ കേക്ക് ഉണ്ടായിരുന്നു. ആണോ? അവിടെ നമ്മൾ കേക്ക് കൊടുത്തിട്ടേ പോകുള്ളൂ.
ഒറ്റ സുഹൃത്തുക്കൾ നടന്നു. ഇതുണ്ടോ, ഇതിന്റെ താഴെയാണ് ഇനിയുണ്ട് തപസിരുന്നത്. ഇപ്പൊ ആ മരമൊക്കെ ഉണങ്ങി ചെവിലായി. ഇതിന്റെ താഴെ നമുക്കതൊരു വിഷയമല്ലല്ലോ. നീ കുറെ നേരമായി. വേറെയായിരുന്ന 2 പൊറോട്ട കൂടുതൽ കഴിക്കായിരുന്നല്ലേ. അയ്യോ, നമ്മളിങ്ങനെ വെറുതെ വീട്ടിൽ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള മലയിലൊക്കെ കയറി കിടപ്പാട് അല്ലേ. അവിടെ ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രം അവിടെ കൊണ്ട് വരാം. എപ്പോഴും വന്നാൽ പണി വേലയും ഇല്ലാത്ത തുറന്നു പോകണം. കാറ്റാണ് കഴിച്ചത്. പാടാ അവിടെ ഇവിടെ ആനപ്പുണ്ടൊക്കെ ഉണ്ടല്ലോ. ആനയൊക്കെ വരില്ല ഇതില്. ആന സമ്മതിച്ചെടുത്തില്ല. ആന ജിമ്മായിരിക്കും. ചെറിയ ആന ഇപ്പൊ ഡൈറ്റിലാന്ന് തോന്നടാ. നമുക്ക് ഇത്ര കേട്ടോ കൂടെ കയറാണ്ട് കിടക്കോ. എന്താ വഴിയെ പോയി ചേച്ചൻ കേട്ടോ. നമ്മളെവിടുന്ന വന്നേ? നമ്മളൊന്നും കാണാനല്ലേ. ആർക്കറിയാം. ചോറ് കഴിച്ചിട്ടൊന്ന് നന്നായില്ലേ, അല്ലെങ്കിൽ ചത്തേനെ. നമ്മള് ഏകദേശം മണ്ടയിലെത്താറായി. എടാ ഇനി ഇത് ഇറങ്ങിയിട്ട് വേണോ അപ്പുറം കയറാൻ? മഴ അപ്പൊ ആമേ ബർത്ത്ഡേ ബൈക്കാണ് മറക്കാൻ പറ്റാത്ത ബർത്ത്ഡേ. അതന്നെ, കുറ്റമുള്ളവർക്കും ഇല്ലാത്തവർക്കും വരാൻ പറ്റിയ സ്ഥലമാണ് ഗൈസ്. നല്ല വയറിറച്ച് ചോറ് വെച്ചിട്ട് വരണം, അല്ലെങ്കിൽ മുഞ്ചിന്ന് ഒട്ടിയായി. ഇത് ആനകൾ ഇവിടെയൊക്കെ വന്ന് പിന്തുടാൻ മാത്രം ആകണം. അഡ്വഞ്ചറസ് ആനകളാണ്. അന്ന നേരെ താഴെ നിന്നിട്ട് വരും, ഇവിടെ ഒരു പിണ്ടാവും. ആനേ താഴെ നിന്നിട്ട് കയറുമ്പോഴത്തേനെ പിണ്ടാവും. സീരിയായി. നമ്മുടെ വീട് കണ്ടിരിക്കാനുള്ള പൊക്കാണ്. നമുക്കൊരു കുറ്റി കിട്ടിയിട്ടുണ്ട് അല്ലേ. ബർത്ത്ഡേ ദിനത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? അത് മോട്ടിവേഷൻ കൊടുക്കാണ്ടോ? പുൽപ്പള്ളിന്ന് ഇവിടെ വരെ മൂത്രം ഒഴിക്കാൻ വന്ന ആളുടെ പറഞ്ഞിട്ട്
എടാ എന്നാ ഞാനുണ്ട്. ആനക്കുണ്ടൊക്കെ ആനകളൊക്കെ വരുന്നത്. ഇതല്ലേ നമ്മള് അറിയാം. ആരടാ ഇങ്ങോട്ട് വരണ്ട. അല്ല ലക്കി ഭാസ്കർ എവിടെ എടുക്കും? ആ അവിടെ എടുക്കാല്ലേ. ഓക്കെ ആ ഇപ്പൊ ഊരിക്ക എന്നിട്ട് അതേ ബസ് സ്റ്റാൻഡിൽ തന്നെ നിന്നാ മതി. അതിന് നടന്നു പറഞ്ഞോ. ഇനി നമ്മള് ഈ മല കയറി ഇറങ്ങി കൊണ്ടിരിക്കുകയാണ്. അടുത്ത മല കയറും. നമ്മൾ ഒരു മല കയറി കഴിഞ്ഞു. ഇനി ഇതാ അടുത്ത മല വ്യൂ പോയിന്റ്. നമ്മളിങ്ങനെ വ്യൂ പോയിന്റ് ഒക്കെ കാണാൻ പോകുമ്പോളേ നമ്മൾ ജാക്കറ്റ് വെക്കണം, എന്നാലും അതിൻ്റെ ഒരു റൂം കിട്ടുള്ളൂ. അതിസാഹസികമായി കേക്ക് ഇതിൻ്റെ ഉള്ളിലാണ് കൊടുപ്പിച്ചു. എന്ത് വില കൊടുത്ത് നമ്മളിനി കേക്ക് മുറിച്ചിട്ടേ പോളൂ. വീഡിയോ കണ്ടിട്ട് കേക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വെച്ച് നമ്മള് കേക്കങ്ങ് പറിക്കും. 28-ാം വയസ്സിലെ കേക്ക് പറിക്കും. സോറി ഗൈസ്, തെറ്റിപ്പോയി. 26, 21 കഴിഞ്ഞ 4 വർഷം മുന്നേ. 21. കേക്ക് മുറിക്കണ ഗാംബ്ലിംഗ് മൈൻഡ് ആണ്. നീ ഒരു കാഞ്ചി ഇവിടെ കിടന്ന മുറി. അതെ, പാട്ടൊന്നും പാടില്ല കേട്ടോ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അതുലിന്റെ ബർത്ത്ഡേ ആഘോഷമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുന്നിന്റെ മണ്ടക്കിൽ നിന്നാണ് നമ്മൾ കേക്ക് മുറിക്കാൻ പോകുന്നത്. 28 വയസ്സാകുന്ന അതിന് നമ്മുടെ എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് അമ്മ നാരായണ ദേവി തന്നെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ 24, ഹാപ്പി ബർത്ത്ഡേ 3, ഹാപ്പി ബർത്ത്ഡേ ഡിയർ അതുൽ. എത്ര കഴിക്കാൻ നമ്മൾ കേക്ക് മുറിച്ചിനെ കുറിച്ചുകൊണ്ട് ക്യാമറമാൻ മുടി ക്യാമറ കേക്ക് കഴിക്കാം. ഞാനും കിട്ടാൻ പാകത്തിന് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ മുറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം തന്നെ എടുത്തത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതെ, മലേന്റെ പൊക്കത്ത് പോയി മുറിക്കുക, അതത്രല്ലോ. അല്ലാതെ ഇത് വളരെ പുതിയൊരു അനുഭവമായിരുന്നു. അതെ, അല്ലാതെ വിശന്നിട്ടല്ലാന്ന് ഇനി മേലെ ഇമാതിരി ഐഡിയ കൊണ്ട് വന്നെങ്കിൽ. പല സ്ഥലത്തത് കേക്ക് പറിച്ചിട്ടുണ്ടെങ്കിലും മലയുടെ ഒരു ടോപ്പ് എന്ന് ഫസ്റ്റ് ടൈമാണ്. അത് ഇത്ര ചലഞ്ചിങ് ആയിട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതെ, അത്രയും കുന്ന് കയറിയിട്ടാണ് നമ്മൾ ഇപ്പൊ കേക്ക് മുറിക്കുന്നത്. അത് മുനീശ്വരൻ കുന്ന്. മുനീശ്വരൻ
അത് തന്നെ പൊക്കത്തുനിന്ന് കഴിക്കുന്നുണ്ട് ഭയങ്കര ടേസ്റ്റ്. അതെ, നല്ല ടേസ്റ്റ്. അല്ലാതെ വിശന്നിട്ടല്ല. അതെ, ക്രീം കേക്ക് ആയിരുന്നു പ്ലാൻ ചെയ്തത്, പക്ഷെ മഴയായോണ്ട് ഇവിടെ വരെ എത്തിക്കാനും പറ്റാത്തതിനാൽ. അതെ, ക്രീം കേക്ക് മേടിച്ചു കഴിഞ്ഞാലും അത് മൊത്തം നമ്മൾ അറിയിക്കാൻ വേണ്ടി മുഖത്തൊക്കെ തരും. അതെ, ഇവിടെ തയ്ച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവർ അതുകൊണ്ട് നമ്മൾ അത്രയും സാഹസത്തിലേക്ക് അവിടെ കസേരയുണ്ട്. ഇരുന്ന് സംസാരിക്കാം.